നരരൂപം ധരിച്ചോരു പരബ്രഹ്മസ്വരൂപനാം ശ്രീനാരായണ ഗുരുത്വം സാഷ്ടാംഗം പ്രണമിച്ചിടാം. ഓം ശ്രീ ശാരദാംബികേ നമഃ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ്റെ ഉള്ളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ അനിയച്ചൻ അറുപതിൽ, ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ സഞ്ജു ടി കാഞ്ഞിരപ്പള്ളി, ശാഖയുടെ വൈസ് പ്രസിഡന്റ് പ്രണവം, ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിൻ്റെ ഭാരവാഹികൾ, യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹികൾ, കുടുംബയോഗം കൺവീനർമാർ, മൈക്രോ ഫിനാൻസിൻ്റെ അംഗങ്ങൾ, സീനിയർ സിറ്റിസണിൻ്റെ അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ, ബാലഗതി ടീച്ചേഴ്സ്, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കൊന്ന് നമസ്തേ പറഞ്ഞാലോ? രഞ്ജിത്ത് എന്നോട് പറഞ്ഞ് ചേച്ചി നമസ്തേ പറയുമെന്ന്. ഞാൻ പറഞ്ഞു അതിനെന്താ, അത് പറയാമല്ലോ. രണ്ട് വ്യക്തികളിൽ തമ്മിൽ കാണുമ്പോൾ നമ്മൾ നമസ്തേ അല്ലേ നമ്മുടെ നാടിൻ്റെ സംസ്കാരം, അത് ഞാൻ പറയാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നമസ്തേ പറഞ്ഞാലോ? ഇവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ട് 1 മണിക്കൂറൊക്കെ പിന്നിട്ടിരിക്കുക. അപ്പം നമ്മളെല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉന്മേഷം, ഒരു ഉണർവ് കിട്ടാൻ നമസ്തേ പറയാം. ഉറക്കെ പറയുന്നത് നമസ്തേ. ഓക്കെ, മതി. നമസ്തേ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഓർക്കുക, നമ്മൾ ആശാങ്കളി നിലത്തെഴുത്ത് പഠിക്കുമ്പോൾ ആശാനെ നമസ്തേ, ആശാൻ വന്നിരിക്കുന്നു കഴിഞ്ഞ് നമുക്ക് അതുവരെ ആശാനെ നമസ്തേ ആശാനെ നമസ്തേ പറഞ്ഞുകൊണ്ടിരുന്ന ഓർമ്മ എന്നെ പുറകോട്ട് കൊണ്ടുപോയി ഞാനിപ്പം ചിന്തിക്കുകയാണ്. കോയമ്പത്തൂർ സാർ പറഞ്ഞ പോലെ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആ ആശാങ്കളരിയെ പറ്റിയൊക്കെ ഈ നമസ്തേ പറഞ്ഞപ്പം ഞാനങ്ങ് ഓർത്തു പോവുകയാണ്. എനിക്ക് നമ്മുടെ ഈ കഴിഞ്ഞ മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തെ പരിപാടി, അതായത് കന്നി 1 മുതൽ കന്നി 9 വരെ ഗുരുദേവതകളുടെ പഠന ക്ലാസ്സിലെ പഠിതാക്കളുടെ ഒരു പ്രഭാഷണ പരമ്പര ഇവർ നടത്തുകയുണ്ടായി. അത് വളരെ വിജയമായിരുന്നു. ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും പ്രഭാഷകരുടെ അവതരണ ശൈലി കൊണ്ടും തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലിനും ഭാരതാംബെ എന്ന അന്വർത്ഥമാക്കിക്കൊണ്ട് അവർ ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവരൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതുപോലെ നമ്മളെ പരിശീലിപ്പിച്ചാൽ നമ്മൾ മിനുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരവസരമാണ് ഇപ്പോൾ എനിക്കും ഇവിടെ കൈവന്നിരിക്കുന്നത്. എൻ്റെ ആ സമാപന ദിവസം നമ്മുടെ സെക്രട്ടറി ഒരു അവലോകന പ്രസംഗം നടത്തുകയുണ്ടായി. ഇനി വരുന്ന മാസച്ചതയങ്ങളിൽ നമ്മുടെ ശാഖയിലുള്ള അംഗങ്ങൾ തന്നെയായിരിക്കും ഈ പ്രഭാഷണം നടത്തുന്നത്. അത് അരമണിക്കൂർ വീതം 2 പേർക്ക് അവസരം നൽകിക്കൊണ്ടായിരിക്കും എന്നൊക്കെ സെക്രട്ടറി ഒരു അവലോകന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ കൈവന്നതാണ് എനിക്കിപ്പോൾ ഈ അവസരം. കൂടാതെ എനിക്ക് മഹാഗുരുവിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ എന്നെ ഏറെ ആകർഷിച്ചതും ഗുരുവിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടാക്കി തരുന്നത് അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയും ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയപ്പോൾ ഭഗവാൻ പറഞ്ഞ 8 ലക്ഷ്യങ്ങളുമാണ്. അരുവിപ്പുറത്ത് ഏറെ പ്രത്യേകതകളുണ്ട്. എനിക്ക് ഏറെ വിശ്വാസം ഉണ്ടാക്കിയത്, എൻ്റെ ഗുരുവിനോട് ഏറെ അടുപ്പിച്ചത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയാണ്. ശിവലിംഗ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ശിവപ്രതിഷ്ഠയല്ല, ശിവലിംഗം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാൻ നമുക്ക് ഈശ്വര ഇങ്ങനെ അറിയാനുള്ള വഴി കാണിച്ചു തന്നാണ്. അപ്പോൾ എന്നെ ഏറെ ആകർഷിച്ച ആ പ്രത്യേകതകൾ ഒരു 3-4 എണ്ണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ അരുവിപ്പുറത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. പറഞ്ഞറിയിക്കാൻ മേലാത്ത തരത്തിലുള്ള ഭഗവാന്റെ പാദസ്പർശം ഏറ്റവും കൂടുതൽ പതിഞ്ഞിരിക്കുന്ന അവിടെയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഗുരുവിൻ്റെ തപോഭൂമി അവിടെ ആയിരുന്നു. അരുവിപ്പുറത്തെ കൊടിതൂക്കി മലയിലായിരുന്നു. അതുകൂടാതെ ശിവലിംഗം പ്രതിഷ്ഠിച്ചു. അതുകൂടാതെ കുടിസംഘം ഉണ്ടാക്കി SNDP യോഗത്തിന് സ്ഥാപിതമായി. ഒക്കെ അരുവിപ്പുറത്ത് വെച്ച് ആ പാദം പതിഞ്ഞ മണ്ണ്, അവിടുത്തെ ഒരു മണൽത്തരികൾ പോലും നമ്മയെ അനുഗ്രഹിക്കാൻ പര്യാപ്തമാണെന്നുള്ളത്
ചിന്ത നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം അരൂപുറത്തെ ആ ശിവലിംഗ പ്രതിഷ്ഠയെ പറ്റി എന്നെ ഏറെ ആകർഷിച്ച, എന്നെ ഏറെ ഗുരുവിലേക്ക് അടുപ്പിച്ച ആ ശിവലിംഗ പ്രതിഷ്ഠയുടെ 1-2 പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ശിവലിംഗം നെയ്യാറിലുള്ള ശങ്കരൻകുഴി എന്ന അഗാധമായ കയത്തിലേക്ക് ഭഗവാൻ സാവധാനം ഇറങ്ങിച്ചെല്ലുകയും മണിക്കൂറുകൾക്ക് ശേഷം ഒരു ശിവലിംഗമായിട്ട് പൊങ്ങി വരികയും ചെയ്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ശിവലിംഗത്തെ പറ്റി ഗുരുസാഗരം, അതായത് കൗമുദി പത്രത്തിൽ ഗുരുസാഗരം എന്നൊരു ലേഖനം സജീവഭൂഷൺ സാർ എഴുതുമായിരുന്നു. ആ ലേഖനത്തിൽ ആ സാറ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ലേഖനമൊക്കെ അന്ന് കുറേ നാൾ ഉണ്ടായിരുന്ന സാറിൻ്റെ ആ ലേഖനം ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ആ ലേഖനത്തിൽ ആ ശിവലിംഗത്തെ പറ്റി സജീവഭൂഷൺ സാർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത ഒരു ശിവലിംഗമാണ് അരൂപ്പുറത്തെ ശിവപ്രതിഷ്ഠ എന്നാണ്. അത് അവരെ പോലെയൊക്കെയുള്ള ആൾക്കാർ, അത് മഹാപണ്ഡിതനായ ഒരു സാറാണ് സജീവഭൂഷൺ സാറ്, അവരന്വേഷിച്ച് കണ്ടെത്തിയതിൻ്റെ മാത്രം വെളിച്ചത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അതുകൂടാതെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ അവിടെ ഒരു പ്രാർത്ഥനാ സംഘം ഉണ്ടാകുകയും അത് പിന്നീട് ഗുരുധർമ്മ പ്രചരണ സഭയായിട്ട് വളരുകയും രജിസ്റ്റർ ചെയ്ത് ശ്രീഗിരി മഠത്തിൻ്റെ കീഴിൽ. അപ്പം ഈ ബലാസ്ഥാൻ്റെ കൂടെയൊക്കെ പഠിച്ച ഒരു ചേട്ടൻ KR ഗോപി അമ്മേന്നൂർ എന്ന് പറയുന്നൊരു ചേട്ടൻ വന്ന് ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് അരൂപ്പുറത്തിൻ്റെ മഹത്വമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഏറെ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ചേട്ടൻ പറയുമായിരുന്നു, അഷ്ടബന്ധമില്ലാതെ പ്രതിഷ്ഠിച്ച ആ പ്രതിഷ്ഠ ഇന്നും ആന പിടിച്ചാൽ ഇളകാതെ നിലകൊള്ളുന്നത്. അപ്പോൾ മുതൽ എനിക്ക് അത് കാണണം, എനിക്കത് കാണണം എന്നുള്ള ആഗ്രഹം വീണ്ടും എൻ്റെ രൂഢമൂലമായി വന്നു. എനിക്ക് ആ ഗുരുവിനോടുള്ള ഭക്തി അവിടെ എങ്ങനെയൊന്ന് എത്തും, എനിക്ക് അടുത്തു നിന്ന് കാണാൻ എന്നൊരവസരം വരുമെന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അതിന് സാധിച്ചത് ഈ കഴിഞ്ഞ ശിവരാത്രി നാളിൽ നമ്മുടെ ശാഖാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നമ്മൾ 10-25 പേരോടും ശിവരാത്രിക്ക് ഈ കഴിഞ്ഞ മാർച്ചിൽ ശിവരാത്രിക്ക് പോവുകയും ഞങ്ങളവിടെ സന്ധ്യ കഴിഞ്ഞപ്പോൾ ചെന്ന് കുളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചു. നല്ല ജനത്തിരക്കുണ്ടായിരുന്നു ശിവരാത്രി നാളല്ലേ. അപ്പം എനിക്ക് ഈ ആഗ്രഹം ഇങ്ങനെ കിടക്കാം, ഭഗവാനെ ഒന്ന് അടുത്ത് കാണണം, ആ ശിവലിംഗത്തിൻ്റെ ആ ലക്ഷണം ഇവരൊക്കെ പറഞ്ഞ പ്രത്യേകത ഒന്ന് അടുത്ത് കാണണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഭക്തജനങ്ങളെല്ലാം ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് എനിക്കത് നമ്മളെ മുന്തി മാറ്റി വിടും, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വലം വരുമ്പം മാലയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒന്ന് അർച്ചനയായിരിക്കും അവിടെ, അല്ലെങ്കിൽ ദീപാരാധനയായിരിക്കും, അപ്പോഴും കാണാൻ പറ്റുന്നില്ല. ഒരു പാതിരയൊക്കെ കഴിഞ്ഞൊരു 1 മണി 2 മണിയൊക്കെ ആയപ്പം എല്ലാവരും വിശ്രമിക്കുക, മണ്ഡപത്തിനകത്തൊക്കെ ആൾക്കാർ ഇരിക്കുക, കിടക്കുന്ന ഉറങ്ങുന്നൊന്നുമില്ല. 3 മണിയാകും അവിടെ അഭിഷേകം നടക്കും, അതിനു വേണ്ടി കാത്തിരിക്കുക. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇപ്പം ആളൊന്നുമില്ല, നമുക്ക് ചെന്ന് അടുത്ത് നിന്നൊന്ന് കാണാം എന്ന് പറഞ്ഞു. ചേച്ചി നേരം എഴുന്നേറ്റ് വന്ന് നമുക്ക് പോയി കാണാൻ. അവിടെ 2 ചേട്ടന്മാരിങ്ങനെ തൊഴുതുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ശാന്തി അവിടെ നിന്നപ്പം ശാന്തി പറഞ്ഞു അവരും കൂടി ഒന്ന് കണ്ടോട്ടെ, ഞങ്ങൾ 2 ഉള്ളൂ, അവരും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു അടുത്ത് നിന്ന്. അപ്പോൾ അങ്ങ് മാറി, ആ ചേട്ടന്മാരങ്ങ് മാറി. ഞങ്ങൾ 2 കൂടെ ഞങ്ങൾക്ക് മതി വരുവോളം അവിടെ നിന്ന് ദർശിച്ച് എനിക്ക് തൃപ്തിയായി. ഞാൻ വീണ്ടും അത് കണ്ണുമയ്ക്കാതെ നോക്കി നിന്ന് ആ ഭഗവാനെ, എനിക്ക് എൻ്റെ ഭഗവാൻ അതിനുള്ള അനുഗ്രഹം തന്നെന്നുള്ള നന്ദിയോടെ സ്മരിക്കുന്നു ഞാൻ ഈ അവസരത്തിൽ. പിന്നെ അരൂപ്പുറം ശിവലിംഗ പ്രതിഷ്ഠയുടെ പ്രത്യേകതകളാണ് നമ്മളേറെ ആകർഷിച്ചത്. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ഞാൻ എൻ്റെ ഒരു ആ ഭക്തിയും വിശ്വാസം കൊണ്ട് ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറയുന്നതേ ഉള്ളൂ. ശിവലിംഗ പ്രതിഷ്ഠ അത് അഷ്ടബന്ധമില്ലാതെ ആണ് പ്രതിഷ്ഠിച്ചതെന്ന് നമുക്കറിയാം. അത് ഇന്നും ഈ 137ാമത്തെ വർഷം കഴിഞ്ഞിട്ടും യാതൊരു ഇളക്കവും സംഭവിക്കാതെ ഒരു പുനഃപ്രതിഷ്ഠയുടെ ആവശ്യമില്ലാതെ ഇന്നും അത് നിലകൊള്ളുന്നതുള്ളൊരു ലോകത്തിലൊരു അത്ഭുതമായിട്ട് തന്നെയാണ് നമുക്കതിനെ കാണാൻ കഴിയുക. നമ്മുടെ ചരിത്രം അത് തിരസ്കരിച്ചുകൊണ്ട്, അത് ചെറുതാക്കി കാണിച്ചുകൊണ്ട്, അതിനെ പ്രചരിപ്പിക്കാൻ ആളില്ലാതെ വന്നതുകൊണ്ടാണ് അല്ല ഇതിന്ന് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായി അത് മാറിയത്. പിന്നെ 2ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നെ ആകർഷിച്ച കേട്ടോ, ഒത്തിരി പ്രത്യേകതകൾ ഓരോരുത്തർ നോക്കുമ്പോൾ ഓരോ വിധത്തിലുണ്ട്. എൻ്റെ അറിവിൻ്റെ പരിധി വെച്ചുകൊണ്ട് എന്നെ ആകർഷിച്ച് എന്നെ വിശ്വാസം ഉണ്ടാക്കിയത് ഒക്കെ ഞാനീ പറയുന്നത്. 2ാമത്തേന്ന് പറഞ്ഞാൽ അഷ്ടബന്ധമില്ലാതെ പ്രതിഷ്ഠിച്ചു. അത് കഴിഞ്ഞാൽ അത് ക്ഷേത്രമില്ലാതെയാണ് പ്രതിഷ്ഠയാണ് ആദ്യം നടന്നത്. എല്ലാവരും ക്ഷേത്രം എല്ലാം പണിത് കഴിഞ്ഞ് കൊട്ടിഘോഷിച്ച് അനൗൺസ്മെൻറ്റും എല്ലാം നടത്തി കഴിഞ്ഞാണ് ഈ പ്രതിഷ്ഠ ചെയ്തത്. നമ്മളെ എല്ലാ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടിട്ടത്.
ഭഗവാൻ ഒന്നോ രണ്ടോ പേരോടൊക്കെ പറഞ്ഞ് ഇന്നിപ്പം പ്രതിഷ്ഠ ഉണ്ടാകും എന്ന് പറഞ്ഞ് പുലിക്കാട്ടിൽ വേലായുധൻ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് സ്വാമി അത് ഇങ്ങനെ അവിടെ അടുത്തുള്ള കുറച്ച് ദൂരം പോകണമെന്നാണ് വായിച്ചിരിക്കുന്നത്. പോയപ്പം അവിടെ ചെന്നപ്പോൾ ഈ ശാന്തിമാർ അവിടെ തിരുമേനിമാരല്ലേ പൂജായ ചന്ദന പ്രസാദമൊക്കെ ഇങ്ങനെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പം ഗുരുദേവന് വന്നാണ് പോയത്. അപ്പം സ്വാമിക്ക് ഗുരുവിന് ഭയങ്കര മനോവിഷമം ഉണ്ടായി. നമുക്ക് എന്തുകൊണ്ട് ഒരു ക്ഷേത്രം ആയിക്കൂടാ എന്ന അന്ന് തൊട്ടാണ് ഈ ശിവലിംഗ പ്രതിഷ്ഠയെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ക്ഷേത്രന്മാരൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത് അന്ന് തൊട്ടാണ്. ഗുരുവിൽ മനോവിഷമം ഉണ്ടായപ്പം തൊട്ടാണ് ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠയെ പറ്റി ആലോചിച്ച് നോക്കിയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ശിവലിംഗം ഇങ്ങനെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, സ്വാമി നമുക്കൊരു ക്ഷേത്രം പണിയണ്ടേ എന്ന് ചോദിച്ചപ്പം അതിന് ഒരാൾ വരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പം മുഷിഞ്ഞ വസ്ത്രധാരണത്തോടുകൂടി മുടിയും തവണയും ഒക്കെ നീട്ടി വളർത്തി അപരിചിതനായിട്ടൊരാൾ വരികയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുമ്മായവും മണലും ഏതോ ഒരു തരം പശയൊക്കെ നിവർത്ത് ഈ ക്ഷേത്രം പണിതെന്നുമാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ശിവലിംഗദാസ് സ്വാമികളുടെ സ്വാമിയാണല്ലോ ഇതിൻ്റെ ദൃക്സാക്ഷി. ഏറെയും ഈ സംഭവങ്ങൾ ശിവപ്രതിഷ്ഠയ്ക്കൊക്കെ ദൃക്സാക്ഷി സ്വാമിയാണ്. ആ സ്വാമി ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയിൽ നിന്ന് എടുത്ത് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇങ്ങനെ ഒരു അപരിചിതനായ ഒരാൾ വന്നെന്നും ക്ഷേത്രം പണിതെന്നും ഒക്കെയുള്ള ഒരു ചരിത്രം. ഇതെല്ലാം ചരിത്രമാണ്. ഗുരുദേവൻ്റെ കഥകളല്ല, ഇത് നടന്ന സംഭവങ്ങളാണ്. ചരിത്രം എഴുതി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ അത് കഴിഞ്ഞ ക്ഷേത്രം പണിത് ആ വിധിയിൽ ഭഗവാൻ എഴുതി വെച്ച ഒരു മഹാസന്ദേശമുണ്ട് ലോകക്കാർക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇതെന്നാണ് ജനങ്ങളോടായിട്ട് ലോകത്തോടായിട്ട് ഭഗവാൻ പറഞ്ഞത്. എല്ലാവർക്കും സോദരത്വേന വാഴാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇതെന്നാണ് ഭഗവാൻ അന്ന് അരുളി ചെയ്തതും ആ വിധിയിൽ എഴുതി വെച്ചതും. അത് മാതൃകാ സ്ഥാനമാം എന്നുള്ളത് മാതൃകാ ക്ഷേത്രമാണെന്ന് മാറിയിരുന്നെങ്കിൽ ഇന്ന് വകുപ്പ് മാറിപ്പോയേനെ. അത് കുറേ പ്രമാണികളുടെ ഒരു ക്ഷേത്രമായി മാറിയേനെ. ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം ഉള്ള ഒരു ക്ഷേത്രം ആയി തീരാതിരിക്കാൻ ഭഗവാൻ, ത്രികാലജ്ഞാനിയായ ഭഗവാൻ അങ്ങനെയാണ് എഴുതി വെച്ചത്. വരും തലമുറയ്ക്ക് ലോകത്തിന് വേണ്ടിയാണ് ഭഗവാൻ ആ സന്ദേശം അവിടെ എഴുതി വെച്ചത്. എല്ലാവരും സഹോദരത്തേന വാഴണം എന്നുള്ള ആ മഹാസന്ദേശം ഒക്കെയാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. രഞ്ജിത്ത് പറഞ്ഞ് ചേച്ചി അഷ്ടലക്ഷ്യങ്ങളെപ്പറ്റി പറയണം. ശിവഗിരി തീർത്ഥാടന അനുമതി നൽകിയപ്പം പറഞ്ഞ ആ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കുടിയും. അത് ഒത്തിരി കേട്ട് പല പ്രഭാഷകരും ആവർത്തിച്ച് പറയുന്നതാണ്. അപ്പം എന്നെപ്പോലെയുള്ളവർ പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും, അത് മനുഷ്യർക്ക് ബോറടിപ്പിക്കുമല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ അതിലെത്തിയതുകൊണ്ട് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശിവഗിരി തീർത്ഥാടന അടുത്ത മാസം നമ്മൾ പോകാനിരിക്കുകയാണ്. ഈ വക കാര്യങ്ങളൊരു ഓർമ്മ പുതുക്കിക്കൊണ്ട് വേണം നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിന് ഓരോ അംഗങ്ങളും പോകുവാനെന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ ഞാനതിന് മറ്റൊരു അഭിപ്രായവും പറയാതെ തന്നെ ഞാനത് നല്ല മനസ്സോടെ ഏറ്റെടുക്കുക. അപ്പം ഞാൻ അതിനകത്ത് വലിയ പുസ്തകങ്ങളൊന്നും റെഫർ ചെയ്തില്ല. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഒരു 40-40 വർഷമായിട്ട് ഈ ഗുരുദേവ ദർശനങ്ങളും ഗുരുദേവ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇടപഴകിയാണ്. അത് ഞങ്ങൾ 8 മക്കളാണ്. ആ 8 മക്കളും ഗുരുദേവ പ്രസ്ഥാനങ്ങളിൽ സജീവ പങ്കാളിത്തമാണ്. അതിന് കാരണം എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഒരു തികഞ്ഞ ഗുരുദേവ വിശ്വാസി ആയിരുന്നതിലുപരി ശിവപാരായണ പ്രസ്ഥാനങ്ങളിൽ സജീവ പങ്കാളിയുമായിരുന്നു. SNDP യോഗത്തിൻ്റെ ശാഖയുടെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടിരുന്നിട്ടുണ്ട്, കമ്മിറ്റിക്കാരായിട്ടിരുന്നിട്ടുണ്ട്, അതിലുപരി ഈ ഭക്തരുമായിരുന്നു. ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഇത് കേട്ട് അന്നൊക്കെ അച്ഛൻ ഞാൻ ഈ ഗുരുദേവകൃതി എന്താണെന്ന് അറിയുന്നതിന് പോലും മുമ്പേ തന്നെ ഈ ഗുരുദേവകൃതികളിലെ മിക്ക പദ്യങ്ങളും എനിക്ക് കാണാപ്പാടമായിരുന്നു. കണ്ണുണ്ടീരാറ് കാതും കരവും അത് കണക്കൊണ്ട് കാരുണ്യമോ ഈ വണ്ണം മറ്റാർക്കും നീ അടിമൈഹകളും പാട് കണ്ടില്ലയോ നീ കണ്ണിൽ കണ്ടോർ വഴിക്കുന്നതും ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ ദണ്ണം തീർത്തന്നെ രക്ഷിച്ചഭയമരുളുവാൻ കൈ ഒന്നല്ലേ വേണ്ടുന്നു എന്ന് അച്ഛൻ എന്നോട് പറയും. ഭഗവാൻ എത്ര കൈയുണ്ട്, 12 കൈയും കാതും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കൈ ഒന്ന് പൊക്കി
എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളെ അച്ഛൻ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു. അങ്ങനെ അച്ഛൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. അതിനൊന്നും ഈ അവസരം പിന്നീട് ഒരവസരത്തിൽ പറയാം. അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഞാൻ അച്ഛൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ശിവഗിരി തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാമ്പടത്തെ മഹാദേവ ക്ഷേത്രവും അതിന് കിഴക്കുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അത്തേമാവും ചൂടുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. 1928 ജനുവരി 16-ാം തീയതി പല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും മാലിയിൽ TK കിട്ടൻ റൈറ്ററും എഴുതി തയ്യാറാക്കിയ ഒരു ആവശ്യമായിട്ട് ഭഗവാന്റെ അടുത്ത് വളരെ ഭഗവാനിപ്പം മാവിച്ചോട്ട് വിശ്രമിക്കുന്നുണ്ട്. വളരെ വിനയപൂർവ്വം ഭഗവാന്റെ അടുത്ത് ചെന്ന് നിൽക്കുകയും ആ നിൽപ്പ് കണ്ടിട്ട് ഭഗവാൻ ചോദിച്ചു, എന്താ വൈദ്യരെ എന്തോ പറയാനുണ്ടല്ലോ. ഉടനെ വൈദ്യർ പറഞ്ഞു, ഉണ്ട് സ്വാമി, ശിവഗിരിക്ക് ഒരു തീർത്ഥാടനം എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ അത് കേട്ട മാത്രമേ, ശിവഗിരിക്കോ തീർത്ഥാടനമോ, അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഭഗവാൻ ഒന്നൊന്നായി അവരോട് സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ വേഷം എങ്ങനെയായിരിക്കണം, അതിൻ്റെ വ്രതം എങ്ങനെയായിരിക്കണം, ഏത് ദിവസത്തിലായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആമുഖമായിട്ട് അത് പറയുകയുണ്ടായി. അപ്പം വേഷം ഗൃഹസ്ഥാശ്രമികൾക്ക് വെള്ള വസ്ത്രമാണല്ലോ, സന്യാസിമാർക്ക് കാഷായ വസ്ത്രം, ശബരിമലയ്ക്ക് പോണവർക്ക് കറുപ്പ്, ശിവഗിരിക്ക് പോണവർക്ക് മഞ്ഞയായിക്കൊള്ളട്ടെ. അത് മഞ്ഞയല്ല, മഞ്ഞയാണെന്ന് പറഞ്ഞാൽ തന്നെ വില കൂടിയ വസ്തുക്കളൊന്നും മേടിക്കരുത്. ഉപയോഗത്തിലുള്ള വെള്ള വസ്ത്രം കഴുകി മഞ്ഞളിൽ മുക്കി ഉപയോഗിക്കണം. തിരിച്ചു വന്ന് അത് വീണ്ടും ചാണകവെള്ളത്തിലൊക്കെ മുക്കി വീണ്ടും വെള്ളവസ്ത്രമായിട്ട് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ ശിവഗിരിക്ക് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ട് അച്ഛൻ ശിവഗിരിക്ക് പോകും. ഈ രാവിലെ 3 ഘോഷയാത്ര കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. ഞങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോൾ മറ്റും തെച്ചുകൊണ്ട് മഞ്ഞൊക്കെ ഇട്ട് നിൽക്കുന്ന അച്ഛനെയാണ് ഞങ്ങൾ കാണാറുള്ളത്. അത് അച്ഛൻ എന്നും വീട്ടിൽ കൂടെ സ്ഥിരമായിട്ട് വെള്ളം എടുക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ആ വെള്ള വസ്ത്രം അമ്മ മഞ്ഞളിൽ മുക്കി മഞ്ഞയാക്കി കൊടുത്തുവിടും. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ചെറുതിലൊക്കെ ചാണകത്തിൽ കലക്കി വെച്ചിരിക്കുന്നതൊക്കെ ഓർമ്മ ഇന്നും ഒരു നല്ല ഓർമ്മയായിട്ട് എനിക്ക് നിൽക്കുന്നത്. അങ്ങനെ തീർത്ഥാടനം അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് നടത്തിയത്. ഇപ്പോഴാണ് നമ്മൾ വില കൂടിയ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചു പോണത്. അങ്ങനെയാണ് ഭഗവാൻ കൽപ്പിച്ചത്. ആർഭാടരഹിതമായിരിക്കണം, വസ്ത്രത്തിൽ എല്ലാ തരത്തിലും ആർഭാടരഹിതമായിരിക്കണം ശിവഗിരിയുടെ തീർത്ഥാടനം എന്ന് പറയും. അത് കഴിഞ്ഞ് അതിൻ്റെ വ്രതത്തെ പറ്റി പറഞ്ഞു. 10 ദിവസത്തെ പഞ്ചശുദ്ധി മതി ശിവഗിരിക്ക് പോണവർക്ക്. ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി വ്രതങ്ങളൊന്നും ആരും എടുക്കത്തില്ല, ആരും അതൊന്നും പ്രയോഗത്തിൽ വരുത്തത്തില്ല. അതുകൊണ്ട് 10 ദിവസത്തെ പഞ്ചശുദ്ധി മാത്രം മതിയെന്നാണ് ഭഗവാൻ അന്ന് കൽപ്പിച്ചത്. പിന്നീട് അത് ഏത് സമയത്തായിരിക്കണം, സായിപ്പന്മാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ആണ്ടുപിറവിക്ക് ആയിക്കൊള്ളട്ടെ എന്നാണ് ഗുരു കൽപ്പിച്ചത്. ആ ഡിസംബർ മാസം അവസാനവും ജനുവരി എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ ഇവിടുത്തെ നല്ലൊരു കാലാവസ്ഥയുടെ സമയമാണ്. ചൂടൊക്കെ കുറഞ്ഞിട്ട് മഞ്ഞിലേക്ക് ഒക്കെ വരുന്ന ആ സമയത്ത് നല്ലൊരു, ഏറെ മഴയില്ല ഏറെ ചൂടുമില്ല, മിതമായ ഒരു കാലാവസ്ഥയിലാണ് നമ്മളോട് തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ തീർത്ഥാടനം ആർഭാടരഹിതമായിരിക്കണം, കുറച്ച് ആൾക്കാർ കൂടി അവിടെ ചെന്ന് കുളിച്ചു തൊഴുത് തിരിച്ചു പോകുന്നതായിരിക്കരുത് തീർത്ഥാടനം. അവിടെ ഇങ്ങനെ കുറേ പണ്ഡിതന്മാരെ ആൾക്കാരെ വിളിച്ചു വരുത്തി നല്ല പ്രഭാഷണങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അത് ഉൾക്കൊള്ളുകൊണ്ട് വീട്ടിൽ വന്ന് തിരിച്ച് അവരുടെ നാട്ടിലുള്ളവരോട് കൂടി പറഞ്ഞ് പ്രചരിപ്പിക്കണം, പഠിപ്പിക്കണം എന്ന് അന്ന് ഗുരു കൽപ്പിച്ചിട്ട് അത്രയും പറഞ്ഞിട്ട് ഒരു തീർത്ഥാടന ലക്ഷ്യങ്ങളായിട്ട് ഇന്ന വിഷയങ്ങളിൽ ഇതിൻ്റെ പാണ്ഡിത്യമുള്ളവരെ വിളിച്ചു വരുത്തി പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ ഇടത് കൈയുടെ ചെറുവിരൽ മുതലാണ് ആദ്യം മടക്കിയത്. ഒന്നാമത്തതായിട്ട് വിദ്യാഭ്യാസം ആണ് ഗുരു കൽപ്പിച്ചത്. വിദ്യ എന്ന് പറഞ്ഞാൽ ഗുരു എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആദ്യമേ തന്നെ ആ ചെറുവിരൽ മടക്കിയതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദീനം പിടിച്ചും മധുര കുടിച്ചും എല്ലാ അസുഖങ്ങളും
രോഗങ്ങളും കള്ളും കഞ്ചാവൊക്കെ വലിച്ചു നടന്ന് ഒരു അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും കിടന്ന ഒരു ജനതയെ ഗുരുദേവൻ ഒരു കൈ പിടിച്ച് സമൂഹ മധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് വന്ന അവർ വിദ്യാഭ്യാസം ഇല്ലാതായാൽ വീണ്ടും അനാചാരങ്ങളിലേക്ക് തന്നെ ആ തെറ്റുകളിലേക്ക് തന്നെ വീണ്ടും പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ വിദ്യയുടെ മാഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഗുരു അരുളുകയുണ്ടായി. അത് കഴിഞ്ഞു. അതുകൊണ്ട് വിദ്യയുടെ പ്രാധാന്യം അരുളിയ ഗുരു ആത്മീയമായ വിദ്യാഭ്യാസത്തിനും ഭൗതികമായ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. ആത്മീയമായ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുവൻ ഭൗതികമായ വിദ്യാഭ്യാസത്തിലേക്ക് പോയാൽ അത് ശാശ്വതമല്ല, അത് സമൂഹത്തിൽ ഒരു നന്മയും ചെയ്യുകയില്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. നമ്മൾ ഭൗതികമായ ആത്മീയമായ വിദ്യാഭ്യാസം, ആത്മീയമായ അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഈശ്വര പ്രാർത്ഥന, ദൈവചിന്ത, നല്ല കുടുംബാന്തരീക്ഷവും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നിട്ട് ആത്മീയ ഭാവം ഉണ്ടായിട്ട് മാത്രം എത്ര ബിരുദങ്ങൾ എടുത്താലും നമുക്ക് അത് സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം അത് നിലകൊള്ളും. അങ്ങനെ പറഞ്ഞപ്പം ഞാനൊരു സംഭവം ഞാൻ പേപ്പർ വായിച്ചാണോ ചാനലിലാണോ ഞാൻ ഓർക്കുന്നില്ല, ഞാൻ വായിച്ച സംഭവമാണ്. ഈ തിരുവനന്തപുരത്തും മെഡിക്കൽ കോളേജിൽ 2-3 മാസം മുമ്പ് ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപകരണങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞ് ഗവൺമെൻറ്റിനെതിരായിട്ട് പറയുകയും സസ്പെൻഷനൊക്കെ ഉണ്ടാകും ഒക്കെ ചെയ്ത് ഇപ്പോൾ നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സാറ് പ്രൈമറി തലം തൊട്ട് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു, ഹൈസ്കൂളിൽ UPയിലും എല്ലാം പ്രൈമറി തലം തൊട്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലാണ് സാറ് പഠിച്ചത്. അത് കഴിഞ്ഞ് MBBSന് എൻട്രൻസ് എഴുതി ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ പേര് വരികയും നല്ല മാർക്കോടുകൂടി തന്നെ പഠിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. ആ പുറത്തിറങ്ങിയ സാറ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ വന്ന് ലക്ഷങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ടാണ് പഠിച്ചത്, ഞാൻ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് സേവനം ചെയ്യത്തുള്ളൂ, ഞാൻ ഗവൺമെൻറ് സർവീസിലെ ജോലി ചെയ്യത്തുള്ളൂ, എന്നെ ആരും അതിനായിട്ട് ക്ഷണിക്കണ്ട എന്ന് ഉറച്ച മനസ്സോട് പറഞ്ഞതാണ് ഡോക്ടർ ഹാരിസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ളൂ. അതൊരു നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ ഡോക്ടർമാരൊക്കെ നല്ല മനുഷ്യർ വളരെ കുറവേ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ അവർ മുടക്കിയ പണം അത്രത്തോളം വെട്ടിപ്പിടിക്കാൻ വേണ്ടി അവർ അവസരം അവരുടെ ആ ജോലി അവർ വിനിയോഗിക്കും എന്നുള്ളത് ആണ് ഈ അവസരത്തിൽ പറഞ്ഞത്. എന്തെന്ന് വെച്ചാൽ ആത്മീയമായ അറിവില്ല, ദൈവത്തിൻ്റെ ഉള്ള ഓർമ്മയില്ല. എനിക്ക് അങ്ങനെയും പണം സമ്പാദിക്കണം, ഞാൻ എന്നുള്ള വിചാരമുള്ളവർ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാലും നമുക്ക് IPS പോലീസ് ഓഫീസർ ആയാലും അവിടെയെല്ലാം ഈ കൈക്കൂലി കൊടുത്താൽ നമുക്ക് സാധാരണക്കാർക്കായിട്ടുള്ള ഒരു അതിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ഈ ആത്മീയമായ അറിവ്, ആത്മീയമായ ഇതിൽ നിന്ന് നേടിയ വിദ്യാഭ്യാസം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സമൂഹത്തിന് വേണ്ടതായിട്ട്, സമൂഹത്തിന് നന്മ ചെയ്യുന്നതായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൂടാതെ അനേക ക്ഷേത്രപ്രദക്ഷിണം നമുക്ക് ഭഗവാൻ നടത്തിത്തന്നു. അവസാനം ഭഗവാൻ എന്താ പറഞ്ഞത്? നമുക്കിനി ക്ഷേത്രങ്ങൾ വേണ്ട, വിദ്യാലയങ്ങളാണ് വേണ്ടത്. അതിനോടനുബന്ധിച്ച് നല്ല വായനശാല ഉണ്ടായിരിക്കണം, നല്ല പൂന്തോട്ടം ഉണ്ടായിരിക്കണം, ജനങ്ങൾ അറിവുള്ളവരായി തീരട്ടെ. ഇതൊക്കെയാണ് നമുക്ക് ഇനി ആവശ്യം. അതിനായിട്ട് ഭഗവാൻ പറയുക മാത്രമാണോ ചെയ്തത്? അരിപ്പുറത്ത് സ്കൂളുകൾ സ്ഥാപിച്ചു, അരിപ്പുറത്ത് സ്കൂൾ സ്ഥാപിച്ചു, ശിവഗിരിയിൽ ആദ്യം സ്ഥാപിച്ചു, ശിവഗിരിയിൽ സ്ഥാപിച്ചു, സംസ്കൃത പാഠശാല സ്ഥാപിച്ചു, ആലുവായി സ്ഥാപിച്ചു. അങ്ങനെ ഒട്ടേറെ വിദ്യാലയങ്ങൾ ഭഗവാൻ മുൻകൈ എടുത്ത് ഭഗവാൻ തന്നെ നമുക്ക് സ്കൂളുകളൊക്കെ അത്രയേറെ പ്രാധാന്യമാണ് ഈ വിദ്യ എന്ന് പറയുന്ന സർവ്വധനാൽ പ്രധാനമായ ആ വിദ്യയ്ക്ക്. അതുകൂടാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഗുരു കൽപ്പിച്ചു. ഇംഗ്ലീഷാണ് ഇനി വരും കാലങ്ങളിൽ ആശയവിനിമയത്തിന് ലോകങ്ങളുമായിട്ട് പുറം ലോകവുമായിട്ട് ലോകത്തെ അറിയണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പഠനം അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഭാഷ നമ്മുടെ ആൾക്കാരും അറിഞ്ഞിരിക്കണം, അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അതിനായിട്ട് കുമാരനാശാനെയും സഹോദരൻ അയ്യപ്പനെയും അന്യ സ്റ്റേറ്റിലൊക്കെ ഇവിടെ അതിനുള്ള അവകാശമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇംഗ്ലീഷ് പഠിക്കാനും വിദ്യാലയങ്ങളിൽ പോകാനൊന്നും അവകാശമില്ലാതിരുന്ന കാലത്ത് ഗുരുദേവനെയും സഹോദരൻ അയ്യപ്പനെയും മറ്റ് സ്റ്റേറ്റിലൊക്കെ വിട്ട് പഠിപ്പിച്ച ചരിത്രവും നമുക്ക് ഓർമ്മയിലുണ്ട്. ഇപ്പം നല്ല ഗവൺമെൻറ് സർവീസിലൊക്കെ നല്ല ജോലി നേടണമെങ്കിൽ നല്ല ബിരുദം നേടണം. അങ്ങനെ ഇംഗ്ലീഷ് നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ നല്ല തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുമായിരുന്നുള്ളൂ. അതെല്ലാം ഈ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് മാത്രമാണ്, അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒന്നാമതായിട്ട് വിദ്യയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് വിദ്യാഭ്യാസമാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് കൽപ്പിച്ചത്. രണ്ടാമത് ശുചിത്വം.
ശുചിത്വം ഉള്ള ഒരാൾക്ക് നല്ല ഒരു മനുഷ്യനായിട്ട് വിദ്യാഭ്യാസം ശുദ്ധമുള്ളവനാകുമ്പോൾ അവൻ ഒരുമാതിരി നല്ല വ്യക്തിത്വം പുലർത്തുന്നവരായിരിക്കും, നല്ല സംസ്കാരമുള്ളവരായിരിക്കും. അവൻ്റെ വീട്ടിലും നാട്ടിലും എല്ലാം ഉള്ള ഒരു നല്ലവനായിട്ട് ജീവിക്കാൻ, നല്ല അംഗീകാരമുള്ളവരായിട്ട് വളരുവാൻ അവന് സാധിക്കും. അപ്പോൾ ശുചിത്വത്തെപ്പറ്റി പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞ കാര്യമായിരിക്കും നമുക്ക് ആദ്യമേ ഓർമ്മ വരും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശുചിത്വം എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് പറയുന്നത്? അടുക്കളയിൽ നിന്ന്. അടുക്കളയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആഹാരം പാകം ചെയ്യുന്ന സ്ഥലമാണ്, ഭക്ഷണമാണ്. അവിടെ നമ്മുടെ ആരോഗ്യത്തെ പ്രാധാന്യം ചെയ്യുന്നതാണ്. നല്ല വൃത്തിയും ആഹാരം പാകം ചെയ്യുന്ന ആൾക്കും വൃത്തി ഉണ്ടാകണം, അടുക്കളയിലും വൃത്തി ഉണ്ടാകണം, അത് പാകം ചെയ്യുന്ന പാത്രങ്ങൾക്കും വൃത്തി ഉണ്ടാകണം. അങ്ങനെ ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണമെന്ന് ഏക പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഭഗവാൻ പഞ്ചശുദ്ധിയെപ്പറ്റിയും പറഞ്ഞു. നമുക്ക് ബുദ്ധഭഗവാന്റെ പഞ്ചശുദ്ധി ആചരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആ പഞ്ചശുദ്ധിയെപ്പറ്റി നമുക്ക് ഇനി പറയാം. പഞ്ചശുദ്ധി എന്തൊക്കെയാണ്? മനഃശുദ്ധി, വാക്ശുദ്ധി, ശരീരശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി. അപ്പം മനഃശുദ്ധിയെപ്പറ്റി പറയുമ്പോൾ മനസ്സാണ് എല്ലാത്തിൻ്റെയും പ്രാധാന്യമായി. മനസ്സ് നന്നായിരുന്നാൽ മറ്റെല്ലാ ശുദ്ധിയും നമുക്ക് താനേ വരും. എല്ലാ ശുദ്ധിയും ആചരിക്കുന്ന അതിനൊരു മനസ്സുണ്ടായിരിക്കണം. മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥന ഉണ്ടാകണം, നല്ല സത്സംഗങ്ങൾ ഉണ്ടാകണം, നല്ല ആൾക്കാരുമായിട്ട് ഇടപെടണം, മനസ്സ് മറ്റുള്ളവർ വൈരാഗ്യബുദ്ധിയോട് പെരുമാറരുത്. അങ്ങനെ മനസ്സിൽ നല്ല ചിന്തകൾ വന്നാൽ നല്ല മനഃശുദ്ധി ഉണ്ടാകും. നല്ല മനഃശുദ്ധി ഉള്ളിടത്ത് നല്ല ചിന്തകൾ ഉണ്ടാകുള്ളൂ. നല്ല ചിന്തകൾ ഉണ്ടായാലേ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകുള്ളൂ. നല്ല ആഗ്രഹങ്ങൾ ഉണ്ടായാലേ അത് ക്രിയയായിട്ട് അല്ലെങ്കിൽ അത് നല്ല പ്രവൃത്തിയായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാവുകയും. ഇപ്പം സഹസ്രനാമത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, മഹേശ്വരി. അതായത് നല്ല ചിന്ത, നല്ല ഇച്ഛ ഉണ്ടായെങ്കിൽ മാത്രമേ നല്ല ജ്ഞാനമായിട്ടത് നമ്മുടെ തലച്ചോറിനെ നമ്മുടെ ബുദ്ധിയെ തെളിയിച്ചിട്ട് അത് നമ്മുടെ കൈകാര്യങ്ങളിൽ കൂടി നല്ല പ്രവൃത്തിയായിട്ട് പ്രവൃത്തി വരത്തിൽ വരണമെങ്കിൽ നല്ല മനസ്സുണ്ടായിരിക്കണം, നല്ല ചിന്തകളുണ്ടായിരിക്കണം, നല്ല നിത്യേനയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതാണ് മനഃശുദ്ധി. രണ്ടാമത് വാക്ശുദ്ധി. വാക്ശുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടെയുള്ള സംസാര ശൈലി, അക്ഷരസ്ഫുടതയോടെ സംസാരിക്കുക, നല്ല വാക്കുകൾ സംസാരിക്കുക, സ്നേഹമുള്ള വാക്കുകൾ സംസാരിക്കുക, ക്ഷമയുണ്ടായിരിക്കുക വാക്കുകളിൽ, വാത്സല്യം നിറയുക, സൗഹാർദ്ദപരമായിട്ട് ഇടപെടുക. ഇതൊക്കെയാണ് വാക്ശുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പം ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കൈവിട്ട കല്ലും വാവിട്ട വാക്കും. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഇവ രണ്ടും നമ്മുടെ കൈവിട്ട് പോയാൽ പിന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, എവിടെ ചെന്ന് കൊള്ളുമെന്നും അറിയത്തില്ല. അപ്പോൾ വാക്കുകളെ കൊണ്ട് നമുക്ക് ആയുധത്തിന് മുറിവേൽക്കാവുന്നതിനേക്കാൾ കൂടുതൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും. അത് നല്ലതായാലും ചീത്തയായാലും നമ്മുടെ മനസ്സിൽ എന്നും ഒരാളെക്കുറിച്ച് ഒരു നല്ല പറഞ്ഞാലും അതെന്നും നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ നല്ലത് പറയാനായിട്ട് ഏറെ ശ്രദ്ധിക്കുക. അതാണ് വാക്കിൻ്റെ ശുദ്ധി. പിന്നെ മൂന്നാമത് ശുദ്ധി ശരീരശുദ്ധി. 2 നേരവും കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല വായു ശ്വസിക്കുക, കൈകാലുകൾ നഖങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക, പല്ല്, കണ്ണ്, ചെവി ഇവയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുകയൊക്കെയാണ് ശരീരത്തിൻ്റെ ശുദ്ധിക്ക് പ്രാധാന്യം. നല്ല ആഹാരം കഴിക്കുക, വൃത്തിയുള്ള ആഹാരം കഴിക്കുക, ഇതൊക്കെ ശരീരത്തിൻ്റെ ശുദ്ധിയാണ്. കൂടാതെ നമ്മുടെ രാജ്യം ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് 2 നേരവും കുളിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ആഹാരശീലവും നമ്മൾ പതിവായി ശീലിക്കുക. അതാണ് ശരീരത്തിൻ്റെ ശുദ്ധി. മൂന്നാമത് ഇന്ദ്രിയശുദ്ധി. അത് ഇച്ചിരി പാടാണ്. അത് നിയന്ത്രിക്കാൻ നല്ല ഉപാസനയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ ആണ് കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇത്രയെല്ലാം കർമ്മേന്ദ്രിയങ്ങൾ വരും. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന ആ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ധർമ്മം അത് ജ്ഞാനം ഉണ്ടാക്കണം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൂടുന്നതാണ് നമ്മുടെ പ്രപഞ്ച സുഖങ്ങൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് മായയുണ്ടാക്കി നമ്മുടെ പ്രപഞ്ച സുഖങ്ങളിലേക്കും പ്രപഞ്ച വിഷയങ്ങളിലേക്കും നയിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഈ 5 കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടുന്നതാണ്. അപ്പം കണ്ണാണ് നമുക്ക് കാഴ്ചയെ തരുന്നത്. നമുക്ക് കണ്ണടച്ച് പിടിച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ കണ്ടേ മതിയാവുള്ളൂ. അപ്പം നല്ല കാര്യങ്ങൾ കാണുക, നല്ല രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഗുരുവിൻ്റെ ഫോട്ടോ കാണുക, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ പടം കാണുക, നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് കാണുക, നല്ല പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുക,
സൂര്യോദയം കാണുക. ഇതൊക്കെ കണ്ണിന് കുളിർമ നൽകുന്നതാണ്, കണ്ണിൻ്റെ ശുദ്ധിക്ക് നിദാനമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചെവി, നല്ലത് കേൾക്കുക, നല്ല പ്രാർത്ഥന കേൾക്കുക, സംഗീതം കേൾക്കുക, ഇതൊക്കെ നല്ലത് ഒക്കെ കേൾക്കുന്നത് ഒക്കെ ഈ ചെവിയുടെ ശുദ്ധിക്ക് നിദാനമാണ്. മൂന്നാമതായിട്ട് മൂക്കും ഇച്ചിരി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നമുക്ക് മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൂക്കിൻ്റെയും ശുദ്ധിക്ക് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് നല്ല വായു ശ്വസിക്കാനും നല്ല അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടും ഉണ്ടാക്കാനും നല്ല അന്തരീക്ഷത്തിൽ കൂടെ നടക്കാൻ നല്ല വായു ശ്വസിക്കുന്നിടത്തൊക്കെ കൂടി നമ്മുടെ രാവിലത്തെ നടത്തം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നല്ല മണം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കാം, ഈ മൂക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഒരു വിധത്തിലൊന്നും. നമുക്ക് ഇച്ചിരി വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ പറ്റത്തില്ല. അതിൻ്റെ ഒരു സംഭവം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നത്, ഞങ്ങളുടെ അടുത്തൊരു ക്ലാസ് റൂമിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഹോട്ടലിൻ്റെ കിച്ചണുണ്ട്. അവിടെ നിന്ന് ഈ കല്ലുഗ്രാമാസമൊക്കെ ആകുമ്പോൾ മത്തി വറക്കുന്നതിൻ്റെ ഭയങ്കര മണം വരും. അപ്പോൾ സാറ് തകർത്തടിച്ച് ഇംഗ്ലീഷിൽ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ സാറ് ആദ്യം അങ്ങോട്ട് കയറി, ഇവരെല്ലാം ഞങ്ങളെല്ലാം പരസ്പരം നോക്കുകയും ചിരിക്കുകയൊക്കെ, അതുപോലത്തെ സ്മെല്ലല്ല ഇവർ. മത്തിയുടെ മണം കേട്ട ആരെങ്കിലും വെറുതെ ഇരിക്കും, പഠിക്കുന്നതൊക്കെ അങ്ങ് വിടും. അപ്പം ഈ മത്തി വറക്കുന്നതിൻ്റെ മണം കേട്ട സാറ് പറഞ്ഞാൽ ഇനിയിപ്പം ഒരു പ്ലേറ്റ് ചോറ് കിട്ടിയാലും മതി, ഞാനിവിടെ വെറുതെ കടന്ന് പറയുന്ന എന്ന് സാറ് പറഞ്ഞൊരു ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ വലുതാകുമ്പോൾ തോറും ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്, ഈ മൂക്കിൻ്റെ നമ്മുടെ പഞ്ചേന്ദ്രിയ വിഷയങ്ങളെ നമ്മളെ കൊണ്ടുപോകണതിൻ്റെ ഇതൊക്കെ നമ്മൾ എത്രമാത്രം നിയന്ത്രിച്ചാൽ ഈ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് പടിപ്പട്ടേ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലത്തെ നിരന്തരമായ പ്രാർത്ഥനകളിലും സഹസങ്ങളിലും മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് ആസക്തി ഉണ്ടായി ഈ വഴിക്കങ്ങ് നമ്മൾ പോകും. നല്ലതിനെ മാത്രമേ ഈ മണമൊക്കെ നല്ല മണമൊക്കെ നമുക്ക് രുചി കയറുന്നതൊക്കെ സാധാരണ മണവും നല്ല ഇഷ്ടപ്പെട്ട മണത്തിൻ്റെയൊക്കെ പ്രാർത്ഥന എല്ലാം നമുക്ക് ഒരുവിധം ദോഷം ചെയ്യുകയും ചെയ്യും. നല്ലതിനോടൊപ്പം നമുക്ക് ദോഷം ചെയ്യുന്ന മണങ്ങളുമുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ഈ മൂക്കിൻ്റെ ശുദ്ധിയെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. അതാണ് മൂക്കിൻ്റെ ധർമ്മം. ശ്വാസം. നാലാമതായിട്ട് രുചിയാണ്. രുചി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രുചിയുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് രുചിയുള്ള ആഹാരം കഴിക്കാൻ അവർക്ക് ആസക്തി ആഗ്രഹവും കൂടുതൽ. അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരവുമാണ്. എന്നോടൊരു കൊച്ചു പറയും, എൻ്റെ ഒരു കൂട്ടുകാരി പറയും, ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോകുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഞാൻ ചോദിച്ചു അതല്ല, അവിടെ ചെല്ലുമ്പോൾ നല്ല മണമാണ് എന്ന് പറയും. അതിൻ്റെ പായസത്തിൻ്റെ അവിയലിൻ്റെയും പഴത്തിൻ്റെ ഒക്കെ മണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അതുപോലെ ഈ നമുക്ക് രുചിയുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ നാക്കിന് രുചി നോക്കി കഴിച്ചാൽ നമ്മുടെ ആഹാരത്തിന് പറ്റുകയില്ല. അതുകൊണ്ട് രുചിയുള്ളത് നമ്മുടെ ശരീരത്തിന് പറ്റുന്നതുമായിട്ടുള്ള ആഹാരം കഴിക്കുക. നമ്മൾ രുചി നോക്കി കഴിക്കുക. നാക്കിൻ്റെ രുചി മാത്രം നോക്കാം, നാക്കിൻ്റെ രുചി ശുദ്ധിയുള്ളതാക്കാം. നാക്ക് ശുദ്ധിയുള്ളതാക്കാനായിട്ട് നമ്മൾ ഭക്ഷണക്രമത്തെ ശ്രദ്ധിക്കണം. അടുത്തത് ത്വക്കിനാണ്. ഈ കർമ്മേന്ദ്രിയങ്ങൾ 5 ഞാൻ പറയട്ടെ, 5 ആയുള്ളൂ. 5ാമത്തെ ത്വക്ക്, സ്പർശിച്ചറിയുന്നത് ചൂട് തണുപ്പ് ഒക്കെ നമുക്ക് അറിയുന്ന ത്വക്കിലൂടെ. അത് നല്ല ഈ ശരീരത്തിൻ്റെ ധർമ്മം തന്നെ ത്വക്കിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ത്വക്കിൻ്റെ ധർമ്മം. ഇതാണ് കർമ്മേന്ദ്രിയങ്ങളുടെ പഞ്ചശുദ്ധിയിൽ പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ 5 ശുദ്ധിക്ക് നിദാനമായിട്ടുള്ള കാര്യങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുക. ഇനി അവസാനമായിട്ട് ഗ്രഹശുദ്ധിയാണ്. പഞ്ചശുദ്ധിയിൽ ഈ ഗ്രഹശുദ്ധി, അതായത് നമ്മുടെ വീട് ശുദ്ധിയായിരിക്കണം. വീടും പരിസരവും ശുദ്ധിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വീടും ചീഞ്ഞതും അഴുകിയതുമായ സാധനങ്ങൾ വീടിനുള്ളിൽ വയ്ക്കാതിരിക്കുക. നല്ല വായു സഞ്ചാരം ഉണ്ടാകാൻ ജനലും വാതിലുകളും ഒക്കെ തുറന്നിടുക. സന്ധ്യയാകുമ്പോൾ നല്ല സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഗ്രഹശുദ്ധിക്ക് ഏറെ പ്രാധാന്യം. ഇതാണ് ഗ്രഹത്തിന് ശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പം പഞ്ചശുദ്ധി എല്ലാം തന്നെ ഒരുവിധം എനിക്ക് അറിയാവുന്ന രീതിയിൽ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ശുദ്ധിയൊക്കെ പാലിച്ച് നല്ല ആരോഗ്യമുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഭഗവാൻ പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ വേണം ശിവഗിരിക്ക് തീർത്ഥാടനത്തിന് പോകാൻ എന്ന് പറയുന്നത്. 3ാമത്തെ ലക്ഷ്യം പറഞ്ഞത് ഈശ്വരഭക്തി. ഈശ്വരഭക്തി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? ഈശ്വര ആരാധന എല്ലാ ഗ്രഹങ്ങളിലും ഉണ്ടാകണം. അതുകൂടാതെ ഈശ്വരവിശ്വാസം എല്ലാ ജനഹൃദയങ്ങളിലും ഉണ്ടാകണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ?
ഈശ്വര വിശ്വാസം, അതായത് എന്നിലുള്ള ചൈതന്യവും പ്രപഞ്ചത്തെ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യവും ഒന്നാണെന്നറിയുന്ന ആ ഒരവസ്ഥയാണ് ഭക്തി. അതൊരു ആനന്ദമാണ്, നമ്മൾ അനുഭവിച്ചറിയേണ്ടത്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് കുറേ ഓഫർ ചെയ്ത് ഭഗവാൻ ഇങ്ങോട്ട് അതിൻ്റെ ഇരട്ടി തരുമെന്നുള്ള ചിന്തയോടുകൂടി പ്രാർത്ഥിക്കുന്നതല്ല. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവും പ്രപഞ്ചത്തിൻ്റെ ചൈതന്യവും ഒന്നാണെന്നറിയുന്ന ആ ഒരു വഴിയാണ്, അതിനുള്ളൊരു വഴിയാണ്. അത് നിത്യേനയുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ഒരുവരെ നമ്മുടെ ചിന്തയെ ഉയർത്തി ഉന്നത തലത്തിൽ കൊണ്ടുവന്നിട്ട് അവർ ഈശ്വര സാക്ഷാത്കാരം വരെ സാധിക്കും എന്നാണ് ഈ ഈശ്വര വിശ്വാസത്തോടെ ഈശ്വരഭക്തിയിലൂടെ സാധിക്കുന്നത്. ഈശ്വര ആരാധന എല്ലാ ഭവനങ്ങളിലും പ്രാർത്ഥനയുടെ പരമപ്രാധാന്യം ഏർപ്പെട്ട ഗുരുദേവൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമുക്കൊരു പ്രാർത്ഥന മാത്രമാണ്, നമുക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഭഗവാൻ എഴുതി തന്നിട്ടുള്ളത് യഥ്യപ്രാർത്ഥന മാത്രമാണ്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ബുദ്ധിയെ തെളിയിച്ച്, എൻ്റെ ബുദ്ധിയില്ലാതെ ബുദ്ധിഭ്രമമുള്ളവർക്ക് വല്ലതും നടക്കുമോ? ജീവിതം എങ്ങനെയായിരിക്കും? പുസ്തകമായിരിക്കും. അതിന് ഭഗവാൻ നമുക്ക് പ്രാർത്ഥനാ രൂപത്തിൽ കോലത്തുകര വെച്ച് എഴുതി കൊടുത്തതാണ്. എൻ്റെ ബുദ്ധിയെ തെളിയിക്കണം, എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകണം. അതുകൂടാതെ പറഞ്ഞു, എൻ്റെ പാപങ്ങളെല്ലാം നീ കവർന്നെടുക്കണം. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എന്നിട്ട് എന്നാ ചെയ്യണം? എനിക്ക് നിൻ്റെ പരമാനന്ദം ഇങ്ങോട്ട് തരണം, നിൻ്റെ ആനന്ദം മാത്രം മതി എനിക്ക് ജീവിക്കാൻ. അങ്ങനെയാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഒരു പ്രാർത്ഥന മാത്രമേ എഴുതുള്ളൂ. ഇപ്പം നമ്മൾ ഒരു പ്രാർത്ഥന വെക്കുകയാണെങ്കിൽ, വീടുകളിലൊക്കെ ഒരു പ്രാർത്ഥന വെക്കുകയാണെങ്കിൽ പ്രാർത്ഥന മാത്രമേ നമുക്ക് മാറ്റി വയ്ക്കാനുള്ളൂ. ഞാൻ ഓരോരുത്തരോടും ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥന വെക്കാവോ വെക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആർക്കും സൗമ്യയില്ല. നമ്മൾ മാറ്റി വെക്കുന്ന ഒരേ ഒരു കാര്യം ഈ പ്രാർത്ഥന മാത്രം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ആരാധന ഉണ്ടായിരിക്കണം, ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം. പക്ഷേ അവരൊക്കെ പറയും, ഞാൻ ചോദിച്ചു ഇന്നെ പ്രാർത്ഥനയ്ക്ക് വരാത്ത ബാങ്കിൽ പോയി വെച്ച് അതിലൊരു കല്യാണമില്ല, അതോടെ അവരങ്ങ് മടുക്കുക. പിന്നെ ഈ ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് അവർക്ക് വരാൻ താല്പര്യമില്ല. അതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥ. അതിനാണ് ഭഗവാൻ മൂന്നാമതിനെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഈശ്വരഭക്തി ഉണ്ടായിരിക്കണം, ഈശ്വര വിശ്വാസം അടിവടയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മളെ ഒട്ടേറെ പേരും അത് തന്നെയാണ് മാറ്റി വെക്കുമായോ, നീ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ച പ്രാർത്ഥനയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. 10, 30, 40 കൂടുതൽ ആൾക്കാരിൽ വരുന്നവർ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല, മടിയുള്ളവരുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ആയിരിക്കും. എങ്കിലും ഇത്രയും വലിയൊരു ശാഖയിൽ നമുക്ക് ഞായറാഴ്ച പ്രഭാത പ്രാർത്ഥനയിൽ അത് ഒരാഴ്ചത്തെ ഒരു ഫലം നിൽക്കുന്നതാണ്. നല്ല ഒരു എനർജി ഉണ്ടാകും, നല്ല പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് മടങ്ങി പോകുമ്പോൾ ആ ആഴ്ച തന്നെ നമുക്ക് സന്തോഷപ്രദമായിരിക്കും എന്നുള്ള വസ്തുതയൊക്കെ നമ്മളിന്ന് മറന്നിട്ട് അതവിടെ വന്നാൽ ഇനി ഞായറാഴ്ച പിള്ളേർക്കൊന്നും ചോർന്നും കേട്ടിട്ട് അങ്ങനെ വെച്ച് മടിക്കുന്ന ഒരു സമൂഹവും നമ്മുടെ ഇടയിലുണ്ട്. അത് പോരാ, അത് ഇതിനെയൊക്കെ മനുഷ്യന് നല്ല പ്രാധാന്യത്തോടെ കാണണം. തീർത്ഥാടനം ഇതൊക്കെ ആവർത്തിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സംഘടന, അത് ഈശ്വരഭക്തിയെ പറ്റി ഇത്ര പറഞ്ഞുകൊണ്ട് അടുത്തത് ഭഗവാൻ കൈവരൽ മടങ്ങിയത് സംഘടനയ്ക്കാണ്. സംഘടനയെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും സംഘടന കൊണ്ട് ശക്തരാകുക. സംഘടന കൊണ്ട് ശക്തരാകാനല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, സംഘടിച്ച് ശക്തരാകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സംഘടിച്ചിട്ട് വേണം, സംഘടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏതോ ഒരു അവകാശങ്ങളും മേലധികാരികളിൽ നിന്നും തൊഴിൽശാലകളിൽ നിന്നും ഒക്കെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നായാലും നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിന് സംഘടിക്കണം. ഭഗവാൻ ആലപ്പുഴയുള്ള ഒരു തൊഴിലാളി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നതാണ്, വാടാപ്പുറം മാവി എന്ന് പറയുന്ന ഒരാൾ. ഭഗവാനോട് ചെന്ന് സങ്കടം ഉണർത്തിച്ചു. ഭഗവാനെ, എനിക്ക് ദിവസങ്ങളായി ശമ്പളം കിട്ടിയിട്ട് എൻ്റെ വീട്ടിൽ ദാരിദ്ര്യവും രോഗവും ഒക്കെയാണ്, ഞാൻ മലയാന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഭഗവാൻ 1 രൂപ എടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ ചെന്ന് കുറച്ച് ആൾക്കാരുമായിട്ട്, സായിപ്പന്മാർ നടത്തുന്ന കമ്പനിയാണ്, കുറച്ച് ആൾക്കാരുമായിട്ട് കൂടി ചെന്ന് ചോദിച്ചു നോക്കുക. അപ്പം നിൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തരും അവരതിന് ബാധ്യസ്ഥരാകും എന്ന് പറഞ്ഞ വാവ ഉണ്ടാക്കിയ സംഘടനയാണ് ഉണ്ടാക്കിയ 1922 മാർച്ച് 31 ആ സംഘടന രൂപീകൃതമാകുന്നത്. തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടനയാണ്. അതൊക്കെ നമുക്ക് മിക്കവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാനൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംഘടനയാണ് കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട തൊഴിലാളി സംഘടന. അതുകൂടാതെ നമ്മുടെ ഭഗവാൻ നമുക്ക് സ്ഥാപിച്ചു തന്ന മഹത്തായ ഒരു സംഘടനയുണ്ടല്ലോ, ഇന്ന് വളർന്ന് പന്തലിച്ച് വലിയ വടവൃക്ഷം പോലെ നിൽക്കുന്ന ആ സംഘടന ഇന്ന് നമുക്ക് ദൈവത്താൽ, ഗുരുദേവനാൽ, നമ്മുടെ മഹാഗുരുവിനാൽ, കരുണാമയനായ കാരുണ്യമൂർത്തിയായ ഭഗവാന്റെ തൃക്കൈകളാൽ രൂപീകൃതമായ അങ്ങേ തിരുവുള്ളൂറിയ ഒരു അൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർക്കുന്ന ആ
യോഗം ഇന്ന് അത് എവിടെ പോയി നിൽക്കുന്നു? ഇന്ന് കാണുന്ന ഈ സകല സൗകര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും SNDP യോഗം എന്ന മഹത്തായ സംഘടനയിൽ നിന്നും ഉണ്ടായതാണെന്ന് നാം ഓരോരുത്തരും പറ്റുപൂർവ്വം ഗുരുവിൻ്റെ പാദത്തിൽ നമസ്കരിച്ച് ഓർക്ക് തന്നെ വേണം എന്ന് പറയുന്ന ഈ നിമിഷത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ശിബിര തീർത്ഥാടന പോകുന്ന ഈ സമയത്തും അങ്ങനെയുള്ള ഒരു സ്മരണ നമുക്കുണ്ടാകണം. ഡോക്ടർ പൽബുവിൻ്റെ ജന്മവാർഷികമാണ് വരുന്നത്. അതിനും നമ്മളെല്ലാവരും മുമ്പോട്ട് ആ മഹാനായ ഡോക്ടർ പൽബുവിൻ്റെ മുമ്പിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിളക്ക് കൊളുത്തി ഒരു സ്മരണയോടെ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ട വേണമെങ്കിൽ ഡോക്ടർ പൽബുവിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ SNDP യോഗത്തിൻ്റെ വഹിക്കാമായിരുന്നു. ആ മഹാനായ മനുഷ്യത്തിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞിട്ട് ഭഗവാന്റെ മാതാരവിന്ദങ്ങളിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ മഹാമനസ്കരായ നല്ലവരായ ഒട്ടനവധി പേര് ഈ SNDP യോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വാരണാസനെ പോലെയുള്ളവരൊക്കെ നമുക്ക് നിയമസഭയിലും ഒക്കെ അംഗത്വം നേടിത്തരാൻ എന്തും വേണ്ട കഠിന പ്രയത്നങ്ങൾ എന്നൊരു മെമ്മോറാണ്ടങ്ങളും എല്ലാം ഗവൺമെൻറ് മുന്നിൽ സമർപ്പിച്ചത് ദിവാനായിരുന്ന ഒക്കെ ദിവാൻ പേര് ഞാൻ മറന്നുപോയി. ദിവാൻ്റെ മുമ്പിലൊക്കെ സമർപ്പിച്ച ചരിത്രമായിരുന്നു. ചരിത്ര കഥകൾ സത്സാറൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും. കണ്ണ് വയ്ക്കാതെ കേട്ടിരിക്കുന്ന നല്ല SNDP യോഗത്തിന് ചരിത്രം പറയുമ്പോൾ സത്സാറിനത്തോളം നല്ല പ്രാഗൽഭ്യമുള്ളവരെന്ന് ആരുമില്ല. യൂണിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴത്തേനും ആ സാറ് ഇത് ഈ പൽബുവിനെ കുറിച്ചും കുമാരനാശാനെ കുറിച്ചും സഹോദരനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എത്ര ശ്രദ്ധയോടെ എല്ലാവരും കേട്ടിരിക്കുന്നു. അങ്ങനെ ആ മഹത്തുക്കളായ അവരുടെ കാര്യങ്ങളും കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ തയ്യാറാക്കി എടുക്കണം എന്ന് പറയുന്നു. അപ്പം നമ്മുടെ സംഘടനയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ SNDP യോഗവും ഈ തൊഴിലാളി വായുടെ നേതൃത്വത്തിലുള്ള ഈ തൊഴിലാളി സംഘടനകളൊക്കെ ഉണ്ടാക്കിയ ശേഷം എത്രയോ സംഘടനകൾ ഇന്ന് എണ്ണമറ്റ പറഞ്ഞാൽ തീരാത്ത അത്ര സംഘടനകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൂടാതെ ഇതാണ് സംഘടനയെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് കൃഷിയാണ്. കൃഷിയെപ്പറ്റി പറയുമ്പോൾ ഭഗവാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു കൃഷി. മാനവരാശിയുടെ നട്ടലല്ല, ജീവരാശിയുടെ നട്ടലാന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ കൃഷി ചെയ്ത് തന്നെയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പുറകോട്ടുള്ളവരാണ്. വികസിത രാജ്യമല്ല. അമേരിക്കയൊക്കെ ഒരു വ്യവസായം കൊണ്ട് പുരോഗമിച്ചു. നമ്മൾ കൃഷി ആയതുകൊണ്ട് നമുക്ക് അത്രയും അവരുടെ ഒപ്പം എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ കാരണവന്മാരെയും നമ്മുടെ പൂർവികരായിട്ടുള്ളവർ ഈ കൃഷിയെ വളരെയധികം സ്നേഹിച്ചുണ്ട്. നമുക്ക് മണ്ണിൽ വിളയുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, നമ്മൾ ആഹരിക്കാൻ പറ്റും. നമുക്ക് ആഹാരം ഇല്ലെങ്കിൽ ജീവിക്കാനും പറ്റത്തില്ല. അപ്പോൾ മണ്ണിൽ നമ്മൾ പണി ചെയ്യണം. ഇപ്പോഴത്തെ തലമുറ അതിനോടാണ് വിരക്തി കാണിക്കുന്നത്. അവർ എത്രമാത്രം മണ്ണും ചെളിയിൽ മണ്ണ് കാണുമ്പോൾ അവർ പുറകോട്ട് പോകും. ഇപ്പം കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ചൊല്ലുണ്ട്. ഗൾഫിൽ നിന്ന് പണം വരും, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരും, ആന്ധ്രയിൽ നിന്ന് അരി വരും, പിന്നെ മലയാളിക്ക് എന്തിന് പുഞ്ചപ്പാടെന്നൊരു ചൊല്ലുണ്ട്. അത് ഇപ്പോഴത്തെ തലമുറയെ കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഭഗവാൻ ഒരു കൃഷിക്കാരനായിരുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഭഗവാന്റെ ആശ്രമത്തിൽ ഇല്ലാത്ത സസ്യജാലങ്ങളൊന്നും തന്നെ ഇല്ല. മാവും പ്ലാവും പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഒക്കെ നമ്മൾ ശിവഗിരിയിലും അരിപ്പുറത്തും ഒക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. SNDP യോഗത്തിൻ്റെ 2ാമത്തെ വാർഷികത്തിലാണ് കാർഷിക വ്യാവസായിക പ്രദർശനമൊക്കെ രൂപീകരിച്ചത്. പിന്നെ നമുക്ക് പ്രദർശനം ഉണ്ടായി. അതിൻ്റെ ആ ഗുണമേന്മകളെ പറ്റിയൊക്കെ പറയാവുന്നവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അവിടെ സമ്മേളനത്തിൽ പറയിപ്പിക്കുകയുണ്ടായി. അത്രമാത്രം കൃഷിയെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. അതുകൂടാതെ ശിവഗിരിയിലൊക്കെ സ്കൂൾ ഭഗവാൻ സ്ഥാപിച്ച സ്കൂളുകളിൽ കൃഷിയെ പറ്റി പ്രത്യേകം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ കൃഷി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്യുകയാണ്. നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടുവളപ്പിൽ പച്ചക്കറികളോ സസ്യങ്ങളൊക്കെ വെച്ചുവിടുകയും മാവും പ്ലാവൊക്കെ നമുക്ക് ആവശ്യത്തിന് നല്ല വായു ശ്വസിക്കാനും പറ്റും, നല്ല ആഹാരം കഴിക്കാനും പറ്റും. നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് നല്ല ശുദ്ധിയോടെ നമുക്ക് അതിന് നല്ലതാണെന്നുള്ളൊരു ബോധത്തോടുകൂടി, നല്ലതെന്നുള്ളൊരു ബോധത്തോട് ഇത് എവിടെ ഉണ്ടായതാ, എവിടെ വിളഞ്ഞാൽ ഇതിനെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധമില്ലാതെ നമ്മൾ ഒരു പയർച്ചെടിയോ നമുക്ക് മുഴുവൻ ഇപ്പം
കാശ് കൊടുക്കാൻ കിട്ടും. എന്നാലും നമ്മൾ ഈ ഒരെണ്ണമെങ്കിലും വെച്ച് പിടിക്കണം, അതിൻ്റെ ചാർജ് അതിൻ്റെ തൃപ്തി വളരെ വലുതാണ്. അത് അനുഭവിച്ചതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങനെ അത് കീടനാശിനികൾ ഉപയോഗിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതോടൊപ്പം നമുക്ക് ദാരിദ്ര്യവും ഇല്ലാതെ ആക്കും. ദാരിദ്ര്യ ദുഃഖമാണ് എല്ലാ ദുഃഖത്തിനും വലുത്. അതിനൊരു കഥ പറയാം. പരമേശ്വരനും ശ്രീപാർവതിയും കൂടി ഒരു തർക്കമുണ്ടായി. പാർവതീദേവി പറഞ്ഞു പുത്രദുഃഖം വലുതെന്ന്. അതായത് പുത്രന്മാർ മരിക്കുന്നതാ, പുത്രനല്ല പുത്രി മരിക്കുന്നതാ ഒരു അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞു. പരമേശ്വരൻ പറഞ്ഞു അല്ല, ദാരിദ്ര്യ ദുഃഖം തന്നെയാണ്. അതിൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ ചെറുപ്പത്തിൽ. അപ്പം ഇപ്പോൾ അതെൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം പറയാം. അപ്പോൾ ഈ പരമേശ്വരൻ പറഞ്ഞല്ല, ദാരിദ്ര്യ ദുഃഖം. അപ്പോൾ അവർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായപ്പോഴത്തേന് മഹാദേവൻ പറഞ്ഞു എന്നാൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം, ദേവി നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു മുറിയിൽ ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു മോൻ്റെ ഡെഡ് ബോഡിയും വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ദിവസങ്ങളായി, അത് കഥയോട്ടോ, ദിവസങ്ങളായി. അപ്പോഴത്തേന് പരീക്ഷണത്തിന് വേണ്ടി ഭഗവാൻ കാണിച്ചു കൊടുത്തോ. അപ്പം ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഈ അമ്മയ്ക്കങ്ങ് പട്ടിണി മൂലം വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പടക്കല അടുത്ത് തന്നെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൈ എത്തിച്ച് ഈ അമ്മ ഇത് പിടിക്കാൻ നോക്കിയപ്പം എത്തുന്നില്ല. അവരെന്ത് ചെയ്ത് ആ മകൻ്റെ ഡെഡ്ബോഡി ആ ശവശരീരം അങ്ങോട്ട് മാറ്റിയിട്ട് അതിൽ കയറി നിന്നുകൊണ്ട് ആ പഴം വളർത്തി കഴിച്ചതെന്നാണ് ഐതിഹ്യം, അല്ലെങ്കിൽ ഒരു കഥ, ഒരു കെട്ടുകഥ. ഈ ദാരിദ്ര്യത്തിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞത്. അപ്പം അത്രയും വലുതാണ് നമുക്ക് ദാരിദ്ര്യം എന്ന മഹാദുഃഖം. അത് കോലതീരസിന് സ്ഥവം ചെല്ലുമ്പം ഭഗവാൻ നമുക്ക് എഴുതി തന്നിട്ടുണ്ടല്ലോ, ദാരിദ്ര്യ മഹാദുഃഖവണം നേടരുതെന്നിൽ. അപ്പം ഞാനിങ്ങനെ അന്നത്തെ ആ കഥ എൻ്റെ അച്ഛൻ പറഞ്ഞെന്ന കഥയാണത്. ഞാനിങ്ങനെ ഓർക്കും, എന്തിനാ ഭഗവാൻ ആ ദാരിദ്ര്യം മഹാദുഃഖം എഴുതിയിരിക്കുന്നത്. അപ്പം മഹാദുഃഖമാണ്. അതാണ് അന്നവസ്ത്രാദി മുട്ടാതെ തരണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യണം, അന്നവും വസ്ത്രവും ഒക്കെ ഉണ്ടാകണം, മണ്ണിൽ പണിയണം. അപ്പം ദാരിദ്ര്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം. അത് ഉണ്ടാകാതിരിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കൃഷി ചെയ്ത് നമുക്ക് തരട്ടെ എന്നുള്ളതല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടി അതിന് പ്രാപ്തരാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കഴിഞ്ഞ് ഇനി കച്ചവടത്തിലേക്ക്. കൃഷിയും കച്ചവടം. ആറാമത്തെ കച്ചവടവും വ്യവസായമൊക്കെ ചെയ്താലേ ഉള്ളൂ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ധനം സമ്പാദിക്കാം. അദാനി അംബാനിയൊക്കെ വ്യവസായം മൂലം വളർന്നവരല്ലേ, അവരുടെയൊക്കെ സാമ്പത്തിക കോടീശ്വരന്മാരായില്ലേ. അവരൊക്കെ അങ്ങനെ കച്ചവടം കൊണ്ടും വ്യവസായം കൊണ്ടുമാണ് കോടീശ്വരന്മാരാകുന്നത്. പണം ഏറെ സമ്പാദിക്കാൻ സാധിക്കുന്നത് കച്ചവടം. അതും ഒരു ജീവിത മാർഗമായിരിക്കണം. അതും ശിവ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കണം. അതിനെ മനുഷ്യരെ പറഞ്ഞ് ബോധവാന്മാരാക്കണം എന്നാണ് ഗുരു പരമ പ്രാധാന്യം നൽകി പറഞ്ഞ കാര്യങ്ങൾ. അവസാനം പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ ഇടയ്ക്ക് ഏഴാമത്തതുണ്ട് കൈത്തൊഴിലിനെ പ്രോത്സാഹിപ്പിച്ചതിന് ആ കൈത്തൊഴിൽ എല്ലാവരും ശീലമാക്കണം. എങ്കിൽ വീടുകളിൽ ദാരിദ്ര്യമില്ലാതിരിക്കും, അവർക്ക് ഒരു വരുമാന മാർഗമാകും. ഈ ഒട്ടേറെ നെയ്ത്തുശാലയൊക്കെ സ്ഥാപിച്ച് ഗുരുദേവൻ ശിവഗിരി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗുരുവിൻ്റെ കാലത്ത് തന്നെ. ഇപ്പോൾ എന്തും വേണ്ട കൈത്തൊഴിലുള്ള വായു നിർമ്മാണം, കുളനിർമ്മാണം, തയ്യൽ, അങ്ങനെ ഒട്ടനവധി കൈത്തൊഴിലുകളുള്ള ചെറുകിട വ്യവസായങ്ങളുള്ള ഒരു രാജ്യമാണ്, ഒരു നാടാണ്. അമ്മമാർക്കും വനിതകൾക്കും എല്ലാം ഒരു വരുമാന മാർഗമായിട്ടുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത്. അതും നമ്മുടെ ഭഗവാൻ കൈത്തൊഴിലിനെ പ്രോത്സാഹിപ്പിച്ച് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളൊന്നായി പറഞ്ഞെന്ന ഒരു മഹത്തായ ഒരു ലക്ഷ്യമാണത്. അവസാനമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ്. അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ എൻ്റെ അറിവ് പര്യാപ്തമാണ്. എങ്കിലും നമുക്ക് ഇന്ന് വിരൽത്തുമ്പിലാണ് നമ്മുടെ ഈ ലോകം മുഴുവൻ. നമ്മുടെ വീട്ടിലിരുന്നാൽ TV ഓണാക്കുകയോ മൊബൈലൊന്ന് ടച്ച് ചെയ്യുകയോ ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങൾ ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നത് ഭഗവാൻ ഒരു 100 വർഷം ഇതിൻ്റെ ഇങ്ങനെയൊരവസ്ഥ, ഇങ്ങനെയൊരു കാലം, ഇങ്ങനെ ശാസ്ത്രം ഇത്രമേൽ വളരുമെന്നൊക്കെ ഭഗവാന് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടാണ്. ഇനി അങ്ങനെയൊരു കാലം ഉണ്ടായാൽ അത് ആണ് മുന്നോട്ട് പോകത്തുള്ളൂ. ആ ശാസ്ത്രം നല്ലതായിട്ട് സാങ്കേതിക വിദ്യയെപ്പറ്റി കൂടുതൽ അതിൻ്റെ ആവശ്യകത അന്ന് ഭഗവാൻ നമുക്ക് അരുതി തന്നത്. ഇപ്പം ഈ സാങ്കേതിക വിദ്യ അതിൻ്റെ ഗുണത്തേക്കാളേറെ ദോഷം നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി. അത് നല്ല ഗുണം ചെയ്യുന്നതാണ്, അതിൻ്റെ ദുര്യോഗമാണ് നമ്മുടെ സമൂഹത്തെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറെ വിപത്ത്. അതിനെ നമ്മുടെ തലമുറയെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചുകൊണ്ട് നല്ല അറിവുള്ളവരാക്കി ശാസ്ത്രത്തിൻ്റെ ആ ഗുണമേന്മയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാകണം.
ഇത്രയും പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഭഗവാൻ നമുക്കായിട്ട് ഈ അരുൾ തന്നെ അഷ്ടലക്ഷ്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ഓരോരുത്തരെയും ഗുരുവിനെ വണങ്ങിക്കൊണ്ട് ഈ എനിക്ക് ഇത്രയും പറയാനിവിടെ സാധിച്ചത് ആ വാക്കുകൾ, എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ മുമ്പിൽ പാദകാണിക്കയായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. തമിക്കുവൻ സഹജരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പാരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിനോ? ഗുരുഭക്തിയില്ലാതാക്കും കുശലമാമോ? എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ശാഖയുടെ ഭാരവാഹികളോടും ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റിയുമായ രഞ്ജിത്തിനോടുമുള്ള അഗൈതവുമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ എന്നെ ഇതുവരെ സശ്രദ്ധം കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ശാഖായോഗത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ശാഖായോഗത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളൊക്കെ ചെയ്ത് ഈ മണ്ഡലം ചെറുപ്പത്തിൽ ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് നമുക്ക് ഒരു വർഷം നമ്മുടെ ശാഖത്തിൽ എന്തെങ്കിലും കടമൊക്കെ ഉണ്ടെങ്കിൽ വീഴുകയും നമ്മുടെ ശാഖത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ മണ്ഡലം ചെറുപ്പത്തിൽ വരുമാനം കൊണ്ടുവരുന്നതാണ്. നമുക്കറിയാം 250 രൂപ പ്രകാരമാണ് നമുക്ക് നാളിന് വാങ്ങുന്നത്. കഴിഞ്ഞ വർഷം 600ഓളം ചെറുപ്പങ്ങൾ നമുക്കുണ്ടായി. നമ്മുടെ ഓരോ വീട്ടിൽ ഏറ്റവും 1000 ചെറുപ്പങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. ഈ വർഷം പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇവിടെ പ്രഭാഷണം നടത്താനുള്ള സൗകര്യം ഇന്ന് സാധ്യത. ഓരോ ആൾക്കാർ ഒരു മടിയും കൂടാതെ 4 പേരെ സംസാരിക്കാനും അതുപോലെ ഗുരുദേവ ദർശനങ്ങൾ അല്ലെങ്കിൽ ഗുരുദേവ ചിന്തനങ്ങൾ 10 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് എത്ര പറ്റുന്ന സമയം 10 മിനിറ്റ് സമയം നമ്മുടെ സ്റ്റേജ്, നമ്മുടെ മൈക്ക്, നമ്മുടെ ആൾക്കാർ, നമ്മളെ ആരും കുറ്റം പറയാൻ ഉണ്ടാവില്ല. കാരണം നമുക്ക് പറയാൻ ഇപ്പോൾ ഇന്ദിരാമ്മയുടെ ഒക്കെ സംസാരം കേട്ടെന്ന് എനിക്ക് കൊതി വരുന്നുണ്ട്. കാരണം നമുക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കാൻ ഈ നാളുകൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയിട്ടുണ്ടാകാൻ പോകും. നല്ല പ്രഭാഷകരായി മാറണം. അവരൊക്കെ നല്ല ഗുരുദേവ ധർമ്മ പ്രചാരകരായി മാറണം. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ പ്രതിപഠന കേന്ദ്രമുണ്ട്. അതിൻ്റെ 2ാമത് ബാച്ചിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. തീർച്ചയായും ആ പഠന